പരിഹാരമില്ലാതെ റഷ്യ യുക്രൈൻ യുദ്ധം 13ാം ദിവസത്തിലേക്ക്. ഇന്നലെ ഇരു രാജ്യങ്ങളും തമ്മിൽ നടത്തിയ മൂന്നാം വട്ട ചർച്ചയിലും കാര്യമായ തീരുമാനമുണ്ടായില്ല. ഇരു പ്രതിനിധികളും ഇന്ന് ബെലാറൂസിൽ വീണ്ടും ചർച്ച നടത്തിയേക്കും. ഇന്നലെ വെടിനിർത്തൽ പ്രഖ്യാപിച്ച ഇന്ത്യൻ വിദ്യാർത്ഥികൾ കുടുങ്ങിക്കിടക്കുന്ന സുമിയിലടക്കം ഒഴിപ്പിക്കൽ തടസ്സപ്പെട്ടിരുന്നു. ഇന്ന് 5ഇടങ്ങളിൽ വീണ്ടും വെടിനിർത്തൽ പ്രഖ്യാപിച്ചേക്കും. പടിഞ്ഞാറൻ മേഖലയായ സിറ്റേമിറിൽ റഷ്യ നടത്തിയ വ്യോമാക്രമണത്തിൽ 2 എണ്ണ സംഭരണശാലകൾക്ക് തീപിടിച്ചു. Просто утро начинается не с кофе, у меня вот окна повылетали. Покажем всем. മെക്കലോവിലെ യുക്രൈൻ സൈനിക കേന്ദ്രത്തിനു നേരെയും റഷ്യയുടെ ആക്രമണമുണ്ടായി. കീവിൽ റഷ്യൻ യുദ്ധവിമാനം തകർത്തെന്ന് യുക്രൈൻ അവകാശപ്പെട്ടു. മറ്റന്നാൾ യുക്രൈൻ റഷ്യ വിദേശകാര്യമന്ത്രിമാർ തുർക്കിയിൽ നടത്തുന്ന കൂടിക്കാഴ്ചയിൽ നിർണായക തീരുമാനമുണ്ടാകുമെന്നാണ് വിലയിരുത്തൽ. സരുൺ ജോസ് വിവരങ്ങളുമായി ചേരുകയാണ്. സരുൺ, 13ാം ദിവസവും പരിഹാരമില്ലാതെ ഈ ആക്രമണം തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഏറ്റവും ഒടുവിൽ യുക്രൈന്റെ വിദേശകാര്യമന്ത്രി പറഞ്ഞത് സാധാരണ ജനങ്ങളെ രക്ഷപ്പെടാൻ അനുവദിക്കാത്ത വിധത്തിൽ ഷെല്ലിംഗ് തുടരുന്നു എന്നാണ്. എന്താണ് യുക്രൈനിലെ സാഹചര്യം 13ാം ദിനത്തിലേക്ക് എത്തുമ്പോൾ? രേണുക, ഇപ്പോഴും റഷ്യയുടെ ആക്രമണം തുടർന്നുകൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് ഇപ്പോൾ യുക്രൈനിൽ ഉള്ളത്. ഇന്ന് നേരത്തെ രേണുക സൂചിപ്പിച്ച പോലെ സിറ്റോമിറിലാണ് ഇത് മെക്ലോവ് എന്ന മറ്റൊരു ഈ പശ്ചിമ പടിഞ്ഞാറൻ മേഖലയിൽ അവിടെ യുക്രൈന്റെ സൈനിക കേന്ദ്രത്തിന് നേരെ റഷ്യ ആക്രമണം നടത്തി. ഈ സൈനികർ ഉറങ്ങിക്കിടക്കുമ്പോഴായിരുന്നു ആക്രമണമുണ്ടായത്. 8 സൈനികർ കൊല്ലപ്പെട്ടെന്നാണ് ഏറ്റവും ഒടുവിലായി പുറത്തുവരുന്ന വിവരം. അതേസമയം തന്നെ ഇന്ന് 5ഇടങ്ങളിൽ ഇന്നലെ വെടിനിർത്തൽ പ്രഖ്യാപിച്ച 4 നഗരങ്ങൾ ഉൾപ്പെടെ 5ഇടങ്ങളിൽ കൂടി ഇന്നും റഷ്യ വെടിനിർത്തൽ പ്രഖ്യാപിച്ചേക്കുമെന്നാണ് പുറത്തുവരുന്ന വിവരം. ഇന്നലെ റഷ്യൻ യുക്രൈൻ പ്രതിനിധികൾ തമ്മിൽ ബ്രസ്റ്റിൽ കൂടിക്കാഴ്ച നടത്തിയിരുന്നു. ഈ കൂടിക്കാഴ്ചയിൽ ഈ മനുഷ്യത്വ ഇടനാഴി സംബന്ധിച്ച യുക്രൈന്റെ വിമർശനങ്ങൾ ഈ ചർച്ചയിൽ ഉയർന്നു വന്നു. ഇത് ഈ റഷ്യ പ്രഖ്യാപിച്ച മനുഷ്യത്വ ഇടനാഴികൾ പുനഃപരിശോധിക്കണമെന്നായിരുന്നു യുക്രൈന്റെ ആവശ്യം. ഇത് റഷ്യയുടെ പരിഗണനയിലുണ്ടെന്നാണ് ലഭ്യമാകുന്ന സൂചന. പടിഞ്ഞാറൻ അതിർത്തി വഴി പടിഞ്ഞാറൻ മേഖലയിൽ 8 മനുഷ്യത്വ ഇടനാഴികൾ അനുവദിക്കണമെന്നാണ് യുക്രൈന്റെ ആവശ്യം. ഇത് റഷ്യ പരിഗണിക്കുന്നുണ്ടെന്നാണ് സൂചന. കഴിഞ്ഞ ദിവസം 6 ഇടനാഴികളാണ് മനുഷ്യത്വ ഇടനാഴികളാണ് റഷ്യ പ്രഖ്യാപിച്ചത്. പക്ഷേ അത് റഷ്യയിലേക്കും ബെലാറൂസിലേക്കുമായിരുന്നു ആ മനുഷ്യത്വ ഇടനാഴികൾ. ഇത് അധാർമികമാണെന്നായിരുന്നു യുക്രൈന്റെ പ്രതികരണം. അതിനാൽ തന്നെയും ഇന്നത്തെ ചർച്ചയിൽ ഈ കാര്യം ഉയർന്നു വന്നു. ഇന്നും ചർച്ച നടക്കുന്ന സാഹചര്യത്തിൽ ഒരുപക്ഷെ സമാധാനപരമായി ആളുകൾക്ക് ഒഴിഞ്ഞു പോകാനുള്ള ഒരു അവസരം ഇരു രാജ്യങ്ങളും നടത്തിയേക്കുമെന്നാണ് സൂചന. ഇന്നത്തെ ചർച്ചകൾ സംബന്ധിച്ച് വരുന്ന വിവരങ്ങൾ എങ്ങനെയാണ്? കഴിഞ്ഞ 3 ചർച്ചകളിലും ഉണ്ടായിട്ടുള്ള ചെറിയ ധാരണകൾ പോലും പാലിക്കപ്പെടുന്നില്ല എന്നൊരു വിമർശനമുണ്ട്. ഇന്നത്തെ സാധ്യതകൾ എങ്ങനെയാണ്? രേണുക, ഇന്നലത്തെ ചർച്ചയിൽ മനുഷ്യത്വ ഇടനാഴി സംബന്ധിച്ച വിമർശനമാണ് യുക്രൈൻ പ്രധാനമായും ഉന്നയിച്ചത്. റഷ്യ പ്രഖ്യാപിച്ച മനുഷ്യത്വ ഇടനാഴി അധാർമികമാണെന്നായിരുന്നു യുക്രൈന്റെ പ്രതികരണം. ഇന്ന് വീണ്ടും ചർച്ച നടക്കാനിരിക്കുകയാണ്. ഈ ചർച്ചയ്ക്ക് മുന്നോടിയായി സുപ്രധാന തീരുമാനങ്ങൾ ഉണ്ടാകുമെന്ന പ്രതീക്ഷയിലാണ് ആളുകൾ. കാരണം മറ്റന്നാൾ, അതായത് 10ാം തീയതി യുക്രൈന്റെയും റഷ്യയുടെയും വിദേശകാര്യമന്ത്രിമാർ തുർക്കിയിൽ കൂടിക്കാഴ്ച നടത്താനിരിക്കുകയാണ്. യുദ്ധം ആരംഭിച്ചതിന് ശേഷം ഉന്നത രാഷ്ട്രീയ നേതാക്കൾ തമ്മിൽ നടത്തുന്ന ആദ്യത്തെ കൂടിക്കാഴ്ചയായാണ് ഇത് വിലയിരുത്തപ്പെടുന്നത്. അതിനാൽ തന്നെയും ആ കൂടിക്കാഴ്ചയിൽ ഏതെങ്കിലും തരത്തിലുള്ള നയതന്ത്ര തീരുമാനങ്ങൾ ഉണ്ടാകുമെന്ന പ്രതീക്ഷയിലാണ് ഈ മധ്യസ്ഥത വഹിക്കുന്ന തുർക്കി അടക്കമുള്ള രാജ്യങ്ങൾ. അതിനാൽ തന്നെയും ഇന്നത്തെ ചർച്ചയിൽ അത് സംബന്ധിച്ചുള്ള തീരുമാനങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയും ഉണ്ടാകും. രേണുക, ശരി. സരുൺ ജോസാണ് വിവരങ്ങൾ നൽകിയത്. എന്തായാലും ഇന്നും ഒരു ചർച്ച നടക്കുന്നു എന്നതാണ് പ്രതീക്ഷ നൽകുന്നത്. മറ്റന്നാൾ വിദേശകാര്യമന്ത്രിതല ചർച്ച നടക്കാനിരിക്കുന്നു എന്നതും പ്രശ്നപരിഹാരത്തിന് ഉള്ള സൂചനകളോ അല്ലെങ്കിൽ പ്രതീക്ഷകളോ നൽകുന്നുണ്ട്.